അന്ന് കാനായിലെ വിവാഹ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ സ്വർഗീയ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും. ലഹരിയിൽ മുങ്ങി ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ. പ്രിയമുള്ളവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവരിൽ ചിലർ ഉയിർത്തെഴുന്നേറ്റു. വീണ്ടും വർണ്ണങ്ങൾ വിരിയിച്ച് ആ ജീവിതങ്ങൾ ഇതാ നമ്മുടെ മുൻപിൽ. എൻ്റെ പേര് അബി. മേരികുളം ഇടവകയിൽ പരപ്പ് പ്രദേശത്ത് കുരിശുമല ദേശത്തായിട്ട് ഞാൻ താമസിക്കുന്നു. ആയിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പെരിയാറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് മദ്യം കഴിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പരപ്പിൻ്റെ ഒരു പ്രത്യേകത, ഉപ്പുതറ ചീന്തലാറ് പ്രദേശത്തേക്കെല്ലാം മദ്യം കടത്തിക്കൊണ്ട് പോകുന്നത് പരപ്പിലൂടെയാണ്, സ്പിരിറ്റുകൾ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തനത്തിലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഫ്രീ ആയിട്ട് മദ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും കടത്തിക്കൊണ്ട് പോകുമ്പോൾ പോലീസ് വണ്ടിയൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ മദ്യം സുലഭമായി ലഭിക്കുകയും ഞാൻ ഏകദേശം പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു മുഴുവൻ സമയ മദ്യപാനിയായി മാറുകയും പിന്നെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മദ്യം എൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്ത ഒരു വസ്തുവായിട്ട് മാറി. 15 വയസ്സായപ്പോൾ തന്നെ ഏകദേശം നല്ലപോലെ മദ്യം, സിഗരറ്റും മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. ഈ പ്രദേശത്ത് ഏറ്റവും മോശമായ കൂട്ടുകെട്ടുകൾ, തിന്മ നിറഞ്ഞ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഈ ദേശത്തോട് ജീവിക്കുന്നു. എൻ്റെ വീട്ടിലും നാട്ടിലും ശപിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറുന്നു. എല്ലാവരാലും അറക്കപ്പെട്ടവനും വെറുക്കപ്പെട്ടവനുമായിട്ട് മാറി. അവസാനം ഈ പരപ്പ് ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ കൈപിടിച്ച് എന്നെ വളർത്തിയ ആ ധ്യാന കേന്ദ്രത്തിലെ പുതിയാത്തച്ഛൻ പലപ്പോഴും പല പ്രാവശ്യം എൻ്റെ അടുത്ത് വരികയും പല ധ്യാനങ്ങളിൽ എന്നെ പങ്കെടുക്കുകയും, പക്ഷേ വീണ്ടും ഞാൻ മദ്യത്തിലേക്കും കൂടുതൽ തകർച്ചയിലേക്കും എൻ്റെ ജീവിതം കടന്നുപോയത്. പക്ഷേ പരപ്പിൽ പല ധ്യാനങ്ങൾ കൂടിയാലും ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ഒരു സ്നേഹമോ, ഞാൻ പലപ്പോഴും അവിടെ ചെല്ലുന്നത് എനിക്ക് എൻ്റെ ഈ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടിയല്ല, ഒരാഴ്ച ഒരു ഫ്രീ ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരുന്നു ആദ്യമേ ഞാൻ ധ്യാനം കൂടാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ദേശത്ത് സ്പിരിറ്റിൻ്റെയൊക്കെ അമിതമായ ലഭ്യത മൂലം എപ്പോഴും കഴിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കൂടുതൽ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാം വളരെ മോശമായി. പല പ്രാവശ്യങ്ങളിലും പല രക്തം വരെ എൻ്റെ ഛർദ്ദിക്കുന്ന ഒരു രക്തം വരെ വൊമിറ്റ് ചെയ്യുന്ന അവസ്ഥകൾ വരെ ഞാൻ എത്തി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ വീണ്ടും എന്നെ ഈ പുതിയാത്തച്ഛൻ എന്ന് പറഞ്ഞ എൻ്റെ ആത്മീയ പിതാവ്
പലപ്പോഴും ധ്യാനം കൂട്ടാൻ എന്നെ പിടിച്ചുകൊണ്ട് പോകും. ഒരാഴ്ച അല്ലെ ഒരു മാസം അല്ലെ 2 ആഴ്ച അങ്ങനെ പല പ്രാവശ്യം അങ്ങനെയൊക്കെ ആയി ഈ നിലനിൽക്കാൻ എനിക്ക് സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഈ ദേശത്തും ആരും മാനിക്കാത്ത, ആരും എന്നെ സ്നേഹിക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്ന് ആത്മഹത്യയുടെ വക്കിലെത്തി. ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു സമയം. അങ്ങനെ ഒരു തൊഴിലും ഈ നാട്ടിൽ ഒരു കൂലിയും വിലയുമില്ലാതെ, ആ വീട്ടിലും നാട്ടിലും ഒന്നും വിലയില്ലാതെ, സഹോദരങ്ങളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും ഒരു വിലയുമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ ഇപ്പോൾ ഞാൻ വളരെ വേദനയോടെ ഓർക്കുകയാണ്. അബ്രഹാം പുതിയാത്തച്ഛനിലൂടെ ഏകദേശം ഒരു 17ാമത്തെ ഒരു ധ്യാനം പരപ്പ് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏപ്രിൽ മാസം തപസ് ധ്യാനത്തിൽ വെച്ച് ഒരു വചനം എന്നെ സ്പർശിച്ചു. 1 കൊറിന്ത്യസ് 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ്, എന്നാൽ രക്ഷയുടെ മാർഗ്ഗത്തിൽ ചരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തി അത്രേ. ആ ധ്യാനത്തിൽ വെച്ച് ഈ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇടിമിന്നൽ പോലെ കടന്നു വരികയും ആ വചനം ഞാൻ കൂടുതൽ തീക്ഷ്ണതയോടെ ആ ധ്യാനത്തിൽ വെച്ച് ധ്യാനിക്കുകയും ആ വചനത്തിലൂടെ നാശത്തിലൂടെ ചരിക്കുന്നവർക്കാണല്ലോ കുരിശിൻ്റെ വചനം പോഷത്വം എന്നൊരു ബോധ്യം, രക്ഷയുടെ മാർഗ്ഗത്തിൽ ചരിച്ചാലല്ലേ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. വീണ്ടും ഞാൻ അവിടുന്ന് ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നതിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു ബോർഡിൽ വേറൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തക്കവിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വചനത്തെ ഞാൻ വായിക്കുകയും അതും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് അത് മനഃപ്പാടമായി എന്ന രീതിയിൽ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരികയും ചെയ്തു. അപ്പോൾ വീണ്ടും വീണ്ടും പല വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നതായിട്ട് കടന്നു വരുന്നതും എൻ്റെ ഹൃദയത്തിൽ അത് ഭയങ്കര ആഴത്തിലേക്ക് വരുന്നതും അത് ഹൃദയത്തിൽ എൻ്റെ ഭാവങ്ങൾക്കും രൂപങ്ങൾക്കും എൻ്റെ സ്വഭാവത്തിനും മാറ്റം വരുത്തുന്നതായിട്ട് എനിക്ക് എന്നെ തോന്നി. അങ്ങനെ ആ ധ്യാനത്തിന് ശേഷം ഞാനിപ്പോൾ 10 വർഷത്തോളമായി മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും ഞാൻ പല രീതിയിലുള്ള ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം പരപ്പ് ധ്യാനകേന്ദ്രത്തിൽ തന്നെ ഏകദേശം 4 വർഷത്തോളം അവിടെ ധ്യാനകേന്ദ്രത്തിൽ ഭക്ഷണം വിളമ്പുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും അവിടെ ധ്യാന ശുശ്രൂഷകൾക്കും മറ്റും സഹായിയായിട്ട് ആ ധ്യാനകേന്ദ്ര ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ അവിടെ ആ ധ്യാനകേന്ദ്രത്തിൽ കൂടുകയും അതിനുശേഷം കൂടുതൽ തീക്ഷ്ണതയോടെ ഇച്ചിരിയുടെ ആഴങ്ങളിലേക്ക് അതുപോലെ തന്നെ രഹസ്യമായ ചില ശുശ്രൂഷകളിലേക്ക് കടന്നു പോകണമെന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായി ഏകദേശം 2-3 വർഷക്കാലം ആകാശപ്പറവുകളിൽ മാനസിക രോഗികളെ കുളിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു പല ശുശ്രൂഷകളിലേക്ക് കടന്നു ചെല്ലുന്നതിനും എനിക്ക് സാധിച്ചു. അവിടെ മരിച്ചുപോയവരെ ഏകദേശം 39ഓളം പേരെ അവിടെ മരിച്ചുപോയ ആൾക്കാരെ, അനാഥരായ ആൾക്കാരെ കുഴിച്ചിടുവാനായിട്ട് ആരുമില്ല, ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാനോ പ്രാർത്ഥിക്കാനോ ആരുമില്ല. ഞാനും ആകാശപ്പുറങ്ങളിലെ സിസ്റ്റേഴ്സും 2-3 ശുശ്രൂഷകരും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കൂടെ കുറച്ച് ശുശ്രൂഷകരും ഞങ്ങൾ തന്നെ 39ഓളം പേരെ എനിക്ക് അടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവ് അതിശക്തമായ ഒരു അഭിഷേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അനേകം പേരെ മാനസാന്തരപ്പെടുത്തണം, മദ്യപാനത്തിലും മയക്കുമരുന്നിലും കിടക്കുന്ന മക്കളെ മാനസാന്തരപ്പെടുത്തണം ഒരു തീക്ഷ്ണത എൻ്റെ ഉള്ളിൽ വരികയും ഞാൻ എൻ്റെ വീടും എൻ്റെ എല്ലാ കാര്യങ്ങളും മറന്ന് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശപ്പുറവിലെ ഡയറക്ടർ അച്ഛനായ ഫ്രാൻസ് അച്ഛനിലൂടെ അവിടുത്തെ സിസ്റ്റർ അനിറ്റാമയിലൂടെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിക്കുകയും ആരുമില്ലാത്ത ഒരാൾക്ക് ജീവിതം കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിത പങ്കാളി ആരുമില്ലാത്ത ആ ഓർഫനേജിൽ നിന്ന് ഞാൻ സ്വീകരിക്കുകയും ആ ഓർഫനേജ് സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അന്ന അൽഫോൻസ, മരിയ അൽഫോൻസ, ക്രിസ്റ്റീന അൽഫോൻസ. ക്രിസ്റ്റീന ക്രിസ്മസിൻ്റെ അന്നാണ് ഉണ്ടായത്. മരിയ അൽഫോൻസ ജൂലൈ 28-ാം തീയതി അൽഫോൻസാമയുടെ ഫീസ്റ്റിൻ്റെ അന്നാണ്. അതുകൊണ്ട് അൽഫോൻസാമയുടെ വലിയൊരു സ്നേഹവും അൽഫോൻസാമയുടെ കബറിടങ്ങളിൽ നിന്നൊക്കെയാണ് എനിക്ക് എപ്പോഴും ഒരു എനർജിയായി മാനസാന്തരത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനൊക്കെ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം ഞാൻ ഭരണങ്ങാനമൊക്കെയാണ്. എൻ്റെ വെല്ലുമ്മച്ചി ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ ഒപ്പം പഠിച്ചതാണ്. എൻ്റെ അമ്മച്ചിയും ഭരണങ്ങാനത്താണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് അൽഫോൻസാമയോട് അതിശക്തമായൊരു ഭക്തിയും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൽ കൂടുതൽ പടവുകൾ ചവിട്ടിക്കയറുവാൻ ഈ അൽഫോൻസാമയോടുമുള്ള മധ്യസ്ഥ എന്നെ സഹായിച്ചു. ഇതെൻ്റെ കുടുംബം. ചാച്ചന് ഫിലിപ്പ് എബ്രാഹം, അമ്മച്ചി കുഞ്ഞാമ്മ എന്ന അന്നമ്മ ഫിലിപ്പ്, ഇതെൻ്റെ പെങ്ങൾ ആഷ്ലി ഇളയ പെങ്ങളാണ്. എനിക്ക് 4 പെങ്ങന്മാരാണ്, ഒരനിയനാണുള്ളത്. ഇതെൻ്റെ ഭാര്യ അനു, 3 മക്കൾ, അന്ന അൽഫോൻസ, മരിയ അൽഫോൻസ, ക്രിസ്റ്റീന അൽഫോൻസ. മദ്യപാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ കുടുംബത്തിൽ സമാധാനവും ആയ ഒരു അന്തരീക്ഷമല്ലായിരുന്നു ഉണ്ടായിരുന്നത്.
ഞാൻ മൂലം നമ്മുടെ കുടുംബവും ഈ ദേശവും സമൂഹവും ഒക്കെ ഒത്തിരി വേദനിക്കുകയും നമ്മളൊരു ശാപമായിട്ട് മാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും നവീകരണത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മദ്യത്തിൻ്റെ ആ ദുരാത്മാവ് പടിയിറങ്ങിയതിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തികമായും ആത്മീയമായും കാർഷികമായും എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ശക്തമായ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലാണെങ്കിലും വലിയ ഫലം പുറപ്പെടുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലും ആഘോഷങ്ങളിലുമൊക്കെ ആ മദ്യത്തിൻ്റെ ആ ദുരാത്മാവിനെ നമ്മൾ പടിയിറക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ദേശവും നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും ഒക്കെ രക്ഷ പ്രാപിക്കുകയുള്ളൂ. എൻ്റെ പേര് സജി, വെട്ടൂഴിയിൽ പരപ്പ്. ഞാൻ അബിയായിട്ട് ഏകദേശം ഒരു 25 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വോളിബോൾ കളിക്കുകയും വടം വലിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആയ കാലത്ത് അബി എന്ന് പറയുന്നത് ഒരു മദ്യത്തിൻ്റെ ആസക്തിയിൽ ജീവിക്കുന്നൊരു വ്യക്തിയായിരുന്നു. സാധാരണ വീടുകളിൽ വൈകിട്ട് പോകാറില്ല, സാധാരണ നടയടച്ച് കിടക്കുമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാരണം വെച്ചാൽ അബിയുടെ വീട്ടിലേക്ക് പോകുന്നത് ഒരു നട കുത്തുകല്ല് കയറിയാണ് പോകുന്നത്. സാധാരണ ദിവസങ്ങളിൽ അവിടെ മദ്യപിച്ച് വീണ് കിടക്കാറാണ് ഉള്ളത്. ഏതൊരു അവസരത്തിലും പുള്ളിയെ ഒന്ന് ഉപദേശിക്കുകയാണെങ്കിൽ ഒരു മൂർഖമ്പാമ്പിൻ്റെ സ്വഭാവമായി ചീറ്റി നമ്മുടെ നേരെ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരുന്നു. പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇതെല്ലാം കൂടെ ഇപ്പം പുള്ളിക്ക് നല്ലൊരു ഗാങ് ഉണ്ട്. ഈ ഗാങ്ങിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ അബിയെ ചൂഷണം ചെയ്യുമായിരുന്നു. അബി സാധാരണ ഇതിനു വേണ്ടി വീട്ടിൽ നിന്ന് മുളകൊക്കെ എടുത്തിട്ട് കൂട്ടുകാരൻ്റെ കൊടുത്തു വിടും. കൂട്ടുകാരൻ്റെ കൊടുത്തിട്ട് കൂട്ടുകാരൻ അത് വിറ്റിട്ട് കുറച്ച് കൂട്ടുകാരൻ അവൻ്റെ ആവശ്യത്തിനെടുക്കും, ബാക്കി മദ്യപിക്കാൻ വേണ്ടി എടുക്കും. ഇതായിരുന്നു പൊതു സ്വഭാവം. അത് ഈ 25 വർഷത്തിന് ശേഷം ഇപ്പോൾ അബി നല്ല നവീകരണത്തിന് വന്നപ്പം എന്നെ നവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ പുള്ളിക്കാരന് സാധിച്ചു. എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി. അതുപോലെ തന്നെ അബിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ അനുഗ്രഹവും നല്ല രീതിയിലുള്ള ഒരു ജീവിതമാർഗത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അബിയുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പകർത്താവുന്നതാണ്. നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകാൻ വേണ്ടി അബിയുടെ മാർഗം ഈ മദ്യപാന്മാർക്കും അതിലെ മദ്യത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഒരു പ്രചോദനമാണ്. എൻ്റെ പേര് ബിജു, വീട്ടുപേര് മടത്തിനാൽ. ഞാൻ കട്ടപ്പന സെൻറ്റ് ജോർജ് ഇടവയിൽ താമസിക്കുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ശരിക്കും മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയൊക്കെ അടിമയായിരുന്നു. ഒരു 5 വർഷമായിട്ട് ശരിക്കും ഇതിൽ നിന്നെല്ലാം ദൈവം എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് പൂർണ്ണമോചനം നൽകി എനിക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും പണ്ടൊക്കെ ധ്യാനം കൂടും, ശേഷം വീണ്ടും മദ്യപാനം എന്ന് പറയുന്ന ഇതിലെ ഈ ആഘോഷങ്ങളിലും അതുപോലെ തന്നെ ഈ ഒരു വിധത്തിലേക്ക് വീണ്ടും വീണുപോകും. വീണ്ടും ഇങ്ങനെ മദ്യം കഴിക്കുന്നു, നിർത്തുന്നു, മദ്യം കഴിക്കുന്നു, നിർത്തുന്നു, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഞാനിങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു 5 വർഷത്തിന് മുമ്പ് എനിക്കുണ്ടായിരുന്നത്. ഒരിക്കലും ഞാൻ പരപ്പ വന്ന് പുതിയാത്തച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛനെ വിളിച്ച് ധ്യാനം കൂടാൻ പറഞ്ഞു വിളിക്കുകയും അതുപോലെ അവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അഭിബ്രദറിനെ പരിചയപ്പെടാൻ ഞാൻ ഇടയായി. അപ്പോൾ അന്ന് ഞങ്ങളവിടെ വെച്ച് പരിചയപ്പെടുകയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റം വേണം, ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു, എൻ്റെ ജീവിതം ഇതിനെക്കാട്ടിലും വളരെ മോശമായിരുന്നു, ഞാൻ ഈ കുറേ കാലങ്ങളായി, ഇതിനേക്കാളും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാനിതിൽ നിന്ന് മാറിയത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നമുക്ക് നല്ലൊരു ആധ്യാത്മിക ഉണർവുണ്ടാകണം, നമുക്കിങ്ങനെ പോയാൽ മതിയോ, ബിസിനസ്സൊക്കെ നമുക്കൊന്ന് മെച്ചപ്പെടുത്തണ്ടേ, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകണ്ടേ, കുടുംബമൊക്കെ ഇല്ലേ, ഭാര്യ മക്കളൊക്കെ ഇല്ലേ, അതുകൊണ്ട് നമുക്കിതിൽ നിന്നൊരു പൂർണ്ണ മോചനം വേണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പറയുകയും ഞങ്ങളവിടെ വെച്ച് പരിചയപ്പെടുകയും ധ്യാനത്തിന് ശേഷം പുള്ളി എന്നോട്, അപ്പോൾ ഞാനവിടെ ആകാശപ്പറ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടുപുറയിൽ അവിടെ കുറച്ച് വിറവ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിന്ന് വിറവ് വെട്ടുന്ന കണ്ടുകൊണ്ട് ഞാനെന്നാൽ വിറവെട്ടാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് വിറവ് വെട്ടുകയും അന്നേരം അഭിബ്രദർ എന്നോട് പറഞ്ഞു, നമുക്ക് ഇന്ന് കുഴപ്പമില്ല, ഇതിനേക്കാളും നല്ലൊരു വിറവെട്ടാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം, എൻ്റെ കൂട്ടത്തിൽ പോര്. അപ്പം ആകാശപ്പറ എന്നൊരു പ്രസ്ഥാനമുണ്ട്, കട്ടപ്പനയാണ്, അവിടെ സ്നേഹാശ്രമം എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒത്തിരി മാനസിക രോഗികൾ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ പോയി നമുക്ക് ശുശ്രൂഷ ചെയ്യാം, അടുത്ത ആഴ്ച വരാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കൂടാം എന്നോട് പറയുകയും ഞാൻ പിറ്റേ ഞായറാഴ്ച ധ്യാനം കഴിഞ്ഞിട്ട് പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് അവിടെ വെച്ച് കൂടുകയും വിറവിട്ട് ശുശ്രൂഷ ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആ സമയങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അന്ന് മുതൽ തന്നെ ശരിക്കും ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും നല്ലൊരു ബന്ധവും അതുപോലെ തന്നെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 വർഷം മുമ്പ് ശരിക്കും ദൈവം എനിക്കിതിൽ നിന്ന് പൂർണ്ണ മോചനം എനിക്ക് നൽകി. പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയോടെ, പ്രത്യേകിച്ച് എനിക്ക് മാതാവിൻ്റെ പ്രത്യേക ഇതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് മോചനം കിട്ടിയത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം.
എൻ്റെ പേര് ഷാജി, വീട്ടുപേര് പാലക്കാട്ട് കുന്നേൽ. ഞാൻ ഉപ്പുതറ ഇടവകാംഗമാണ്. അബിയെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. എങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളല്ലായിരുന്നു. മദ്യപാനിയായ ഒരു സഹോദരനായിരുന്നു. ടൗണുകളിലൊക്കെ വെച്ച് പുള്ളിയും പുള്ളിയുടെ സുഹൃത്തുക്കളും ഒക്കെ ബൈക്കിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് രാത്രികാലങ്ങളിലൊക്കെ കടത്തിണ്ണകളിലൊക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പരപ്പ് ധ്യാന സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫാദർ എബ്രഹാം പുതിയാത്ത് CMI-യുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ധ്യാന സെൻറ്റർ ഉണ്ടായിരുന്നു. പരപ്പ് ചാവറ റിട്രീറ്റ് സെൻറ്റർ. അവിടെ വെച്ചാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിചയപ്പെടുകയും അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും ആ കൂട്ടായ്മയിലൂടെ നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വരികയും പിന്നെ എപ്പോഴും അബിയുടെ കൂട്ടത്തിലായിരിക്കുകയും സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ ചാപ്പലിൽ കൂടുകയും പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും കഴിക്കുകയും അങ്ങനെ വർഷങ്ങളോളം കടന്നുപോയി. അത് കഴിഞ്ഞ് വീണ്ടും ആകാശപ്പറവയിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോയി. കപ്പൂച്ചിൻ ആശ്രമത്തിൻ്റെ നേതൃത്വം നടത്തുന്ന ഫ്രാൻസ് അച്ഛൻ നടത്തുന്ന 20 ഏക്കറുള്ള ആകാശപ്പറവയിൽ പോവുകയും അവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. അവിടെ തുണി അലക്കുകയും മാനസികമായ രോഗികളെ കുളിപ്പിക്കുകയും അവിടെ ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. 20ഓളം പേരെ മരിച്ചു. അവരെ അടക്കാൻ വേണ്ടി കുഴി കുത്തുകയും അവരെ അനാഥരായിട്ടുള്ള തെരുവിൽ നിന്ന് കിട്ടിയവരാണ് അവർ, നിര്യാതര. അവരെ പല സമയങ്ങളിലായിട്ട് അവരെ കൊണ്ട് അടക്കി പൊതുശ്മശാനത്തിൽ അടക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മരണമൊക്കെ കഴിഞ്ഞ് അവ കൊണ്ട് അടക്കുന്ന ആൾക്കാരെ കൊണ്ട് ആ കുഴിയൊക്കെ താക്കാതെ അവർ കൊണ്ട് ശകലം കുഴിയൊക്കെ താത്താണ് കൊണ്ട് വെക്കുന്നത്. അതൊക്കെ മാന്തി വീണ്ടും അത് താത്തിട്ടിട്ട് വേണ്ട പുതിയ കുഴികളൊക്കെ കുത്തി ഈ 2 ബോഡിയും അവിടെ സംസ്കരിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ അബിയുടെ നേതൃത്വത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. രോഗികളായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, ഭവനമില്ലാത്തവരെ, ഇവരെയൊക്കെ സഹായിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഇടവകയിലെ വികാരിച്ചനോട് നേതൃത്വത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അവർക്കെല്ലാം ചെയ്യുന്ന രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരണാസന്നമായ രോഗികൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ എല്ലാ മേഖലകളിലും സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫാദർ ഫിലിപ്പ് തടത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മേരികുളം ഇടവകയിലെ വികാരിയച്ഛനാണ്. എൻ്റെ ഇടവകയിലെ ഇടവാംഗമായിരിക്കുന്ന അബി പുതുമന, അദ്ദേഹത്തെ എനിക്ക് 3 വർഷത്തെ പരിചയം ഇപ്പോൾ തന്നെയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ വളരെ മോശകരമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ് മദ്യപാനത്തിനും മറ്റ് തിന്മകൾക്കും അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന സഹോദരനാണ്. ഈ സഹോദരന് തൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് ഉള്ള അനുഭവം പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷക്കാലം ഇടവകയുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അബി. പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും ഏൽപ്പിക്കുവാനായിട്ട് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. യുവജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ യുവജനങ്ങളിലുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരിൽ അവരുടെ പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ ഗൈഡ് ചെയ്ത് വിടുന്നത് അബിയുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് അബി എന്ന് പറയുമ്പോൾ അബി സാറിനോട് ഒരു ബഹുമാനമുണ്ട്. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ പറയുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നൊരു ചിന്തയുണ്ട്. ജീവിതത്തിൽ അനുഭവിച്ച തിന്മയുടെ ശക്തി അതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വലിയൊരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ചൈതന്യത്തിൽ നന്മയുടെ പാതയെ സഞ്ചരിക്കുവാനായിട്ട് അബിക്ക് സാധിക്കുന്നുണ്ട്. അബിയുടെ പ്രവർത്തനം ഇടവകയ്ക്ക് മാത്രമല്ല, ഇടവകയുടെ പുറത്തുള്ള യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒത്തിരിയേറെ സഹായമാവുന്നുണ്ട്. പലപ്പോഴും അബി വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ആ കുടുംബങ്ങളിൽ ചെന്നിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് സഹായമാകുന്ന രീതിയിൽ അദ്ദേഹം അവരെ സഹായിക്കാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അബിയുടെ പ്രവർത്തനത്തിനൊക്കെ ഏറ്റവും ശക്തമായ അനുഗ്രഹം എന്ന് പറയുന്നത് മദ്യപാനത്തിനുള്ള മോചനമാണ്. മദ്യപാനം ഒരു വ്യക്തിയെ എത്രമാത്രം തകർക്കാമോ അത്രമാത്രം ആ അവസ്ഥയിലെത്തിയിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നല്ലൊരു പാതയിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹം ഈ നമുക്ക് ഓരോരുത്തർക്കും വലിയ മാതൃകയാണ്. തിന്മയുടെ മേഖലയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ദൈവാനുഗ്രഹം അബിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്നും അബിയുടെ പ്രവർത്തനം സഭയ്ക്കും ഈ ഇടവകയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അബിയെ
എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു. കാരണം തിന്മയിൽ നിന്ന് മാറാൻ കാണിച്ച തൻ്റെ ഇടത്തിന്, പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള താല്പര്യത്തിന്, എല്ലാത്തിനും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ബിനീഷ് ജോസഫ് കളപ്പുരയ്ക്കൽ. ഞാൻ ലബ്ബക്കട JP ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അബി പുതുമന സാറുമായിട്ട് നേരത്തോട്ട് പരിചയമുണ്ട്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂളിൽ ഏറ്റവും മുതിർന്നവരായിട്ടുള്ള 12ാം ക്ലാസ്സിലെ കുട്ടികളെ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട് മേരികുളം ഇടവകയിലെ. അപ്പോൾ ക്ലാസ്സുമായിട്ട് സംബന്ധിച്ച് ഒരു തിരിച്ചറിവിൽ നിന്നാണ് സാറിനെ പ്രത്യേകമായിട്ടും വികാരിയച്ഛന് 12ാം ക്ലാസ്സിലേക്ക് നിയോഗിച്ചത്. ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളൊക്കെ ഞാൻ എടുക്കും, പക്ഷേ അതിൻ്റെ ബാക്കി ഒരു 50% സമയവും ക്ലാസ്സുകളിൽ സാർ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് സാറ് അവരെ കാണും, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. ഒരു പുതിയ സംസ്കാരമാണ് സാറ് വേദപാഠത്തിലേക്ക് കടന്നു വന്നത് വഴി ഉണ്ടായിട്ടുള്ളത്. ശരിക്കും കുട്ടികൾ വന്നു 1 മിനിറ്റൊക്കെ പ്രാർത്ഥിച്ച് വേദപാഠ പുസ്തകം പഠിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ശക്തമായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ധ്യാനം കൂടുന്നത് പോലെ ഒരു ക്ലാസ്സിൻ്റെ ഒരു 50% സമയവും അവർ പ്രാർത്ഥിക്കും. അപ്പോൾ അബി സാർ പ്രാർത്ഥിപ്പിക്കുന്നതിലെ ഏറ്റവും യുണീക്കായിട്ടുള്ള കാര്യം വളരെ സന്തോഷത്തോടെയാണ് കുട്ടികൾ പ്രാർത്ഥിക്കുന്നത്. സാധാരണ വേദപാഠത്തിന് വരുന്ന കുട്ടികൾക്ക് ഒത്തിരി നേരം പ്രാർത്ഥിക്കാനൊക്കെ മടിയായിരിക്കും ഉച്ച സമയത്തൊക്കെ. പക്ഷെ സാറ് തമാശയൊക്കെ പറഞ്ഞ് ശരിക്കും ആനന്ദത്തോടു കൂടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. പിന്നെ വ്യക്തിപരമായിട്ട് കുട്ടികളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ അത് സാറ് ഒരു ദിവസം വിളിച്ചിരുത്തി ഒരു കസേരയ്ക്ക് ഇട്ട് അങ്ങനെ ഒരു ഫോർമൽ കൗൺസിലിംഗ് ഒന്നുമല്ല. സാറിൻ്റെ അടുക്കെ ചേട്ടൻ്റെ അടുത്തൊക്കെ ചെല്ലുന്ന പോലെയും അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിലേക്കുള്ള ആളുടെ അടുത്തൊക്കെ അച്ഛൻ്റെയൊക്കെ അടുത്ത് ചെല്ലുന്നത് പോലെ സന്തോഷത്തോടെ ചെന്ന് കൂട്ടുകാരോട് പറയുന്ന പോലെ പറയുകയും അവർ കരഞ്ഞും അത്ഭുതപ്പെട്ടും കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞുമൊക്കെ വലിയൊരു ധ്യാനകേന്ദ്രത്തിലേക്ക് ഒരാഴ്ച ഭാഗമൊക്കെ കൊണ്ടുപോയി ധ്യാനിച്ചിട്ട് വരുന്ന പോലെയാണ് സാറിൻ്റെ അടുക്ക് ചെന്നിട്ട് ഓരോ കുട്ടികളും മടങ്ങി വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് സാറിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനവും ഇത് തന്നെയാണ്. സാറ് പറഞ്ഞു തരാറുള്ള കാര്യങ്ങളൊക്കെ വലിയ വേദികളിൽ രൂപതയുടെയും കോളേജിൻ്റെയൊക്കെ വലിയ വേദികളിൽ ആയിരങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സുകളിലൊക്കെ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും അബിസാർ ആരാണ്, അബിസാറിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്, അബിസാർ എവിടെയെങ്കിലും പോയി പഠിച്ച ആളാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ശരിക്കും ഒരു കർഷകനായിരുന്നുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിലൊക്കെ വന്ന് വഴി കാണുന്നവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ സ്വന്തം ജീവിതത്തിൻ്റെ തിരിച്ചറിവുകളായതുകൊണ്ട് തന്നെ അതിന് തെറ്റൊന്നുമില്ല. സാർ അടുത്തുനിന്ന് വായിച്ച് പഠിച്ചിട്ടുള്ള ഒരു കാര്യം പോലുമില്ല. വിയാനിയൊക്കെ പ്രസംഗം പറയുന്ന പോലെ ഓരോ ഖണ്ഡികയിലും ഒരു ഉദാഹരണമുണ്ട്. വിയാനിയൊക്കെ അങ്ങനെയാണ് ആർട്സിലെ ജനങ്ങളൊക്കെ കരയിപ്പിച്ച് മാനസാന്തരപ്പെടുത്തിയത്. സാറ് പറയുന്നത് ചുമ്മാ തീരെ പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഉദാഹരണങ്ങളൊക്കെ പറയും. അത് ഈശോ പറയുന്ന പോലെ കർഷകൻ്റെ ഉപമയും അല്ലെങ്കിൽ മീൻ വിൽപ്പനക്കാരൻ്റെ ഉപമയും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതിൻ്റെ എപ്പോഴും സാറ് പറയുന്നത് സാറ് ബോലേറൊക്കെ ഉണ്ട്. അപ്പോൾ സാർ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഉപമ പറയുന്നത്. പക്ഷേ ആ ഒരു ഉപമയ്ക്ക് വലിയ അനേകം യുവാക്കളെയൊക്കെ മാനസാന്തരപ്പെടുത്താൻ പോലുള്ള ശക്തിയുണ്ട്. കാരണം അത് ജീവിതത്തിൽ നിന്ന് പറയുന്നതായതുകൊണ്ട് ഞാൻ എന്നും സാറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ആളാണ് സാർ. എന്നെ നേരിട്ടൊന്നും ഒരിക്കലും ഉപദേശിച്ചിട്ടൊന്നുമില്ല ഫോർമലായിട്ട്. പക്ഷേ സാറിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാറ് പ്രാർത്ഥിക്കുന്ന വഴിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ വണ്ടി ഇരുന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ നിന്നായിരിക്കും. പക്ഷെ അവിടെ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഈശോ മലകളിലൊക്കെ പോയി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഒരു എഫക്റ്റാണ് അനേകരെ മാനസാന്തരപ്പെടുത്താൻ. പിന്നെ വേദപാഠ പുസ്തകം രൂപതയുടെ ചെയ്യാനായിട്ട് ഉത്ഥാനോത്സവം എന്ന് പറയുന്ന ഇടുക്കി രൂപതയുടെയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും പുസ്തകം അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്, കുറേ ആക്ടിവിറ്റികളും കളികളും മാത്രമായിരുന്നു. പക്ഷേ സാറ് ഇടപെട്ടു, ഞങ്ങൾക്കൊക്കെ ഒരു പോളിസി മാറ്റം തന്നു. അന്നു മുതലാണ് ഇത് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായത്. അതും സന്തോഷത്തോടെയുള്ള പ്രാർത്ഥന, ആർക്കും മടിയില്ല, പരാതിയൊന്നുമില്ല. അത് സാറിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷ മേഖലയായിട്ടാണ് ഞാൻ കരുതുന്നത്. അനേകരെയൊക്കെ പോയി ധ്യാനിപ്പിക്കാൻ മേലെ, 10,000-ങ്ങളൊക്കെ ധ്യാനിപ്പിക്കാൻ മേലെ എന്നൊക്കെ ഞാൻ സാറിനോട് ചോദിക്കും. ഇപ്പം ഞാൻ ചോദിക്കത്തില്ല. കാരണം സാർ എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണം നടത്തുന്നത്? സാറ് പള്ളിയിൽ നിന്ന് ഇറങ്ങും, പച്ചക്കറിക്കടയിൽ പോയി നിൽക്കും, അവിടെ ഇരുന്ന് വചനം പറയും. മീൻകടയിൽ വരും, അവിടെ ഇരുന്ന് കുറേ വചനം പറയും. അവർക്കൊന്ന് ബോറടിക്കാതെ നല്ല തമാശയൊക്കെ പറഞ്ഞ് പെരിയാറിൻ്റെ തീരത്തിരുന്ന് പറയും, ഏലക്കാട്ടിലിരുന്ന് പറയും, പ്ലാവഞ്ചോട്ടിരുന്ന് പറയും. അത്ഭുതമായിട്ട് ആ നാട്ടിൽ തന്നെ സാർ ഒരു ശരിക്കും ഒരു സ്ഥലങ്ങളെ പോലും വിശദീകരിക്കാൻ തക്ക ശക്തി സാറിൻ്റെ വാക്കുകൾക്കുണ്ട്. കേരളത്തിൽ അല്ലെ ലോകം മുഴുവൻ മദ്യപിക്കുന്ന എല്ലാ മദ്യപാനികളോടും, മദ്യം കുറച്ചാണ് അല്പമാണേലും മുഴുവൻ സമയവും മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികളോടും, ഒരു ബഗ് അടിക്കുന്നവരോടും ഒരു ലിറ്റർ അടിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് വലിയ തിന്മയാണ്. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നാശത്തിൻ്റെ കാരണമാണ്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അടിത്തറ മാന്തിക്കളയുന്ന വലിയൊരു വിപത്താണ് മദ്യം. അതുകൊണ്ട് ഈ മദ്യം നമ്മുടെ കുടുംബത്തിൻ്റെ
കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ഒരു നിമിഷം, ആ നിമിഷത്തിലേ ആ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, മദ്യം ഉപയോഗിക്കുന്ന മാതാപിതാക്കളോട്, ഇതൊരു വിത്താണ്. ഇത് 100 ഇരട്ടിയായി ഫലം പുറപ്പെടും. 30 മേനിയും 60 മേനിയും 100 മേനിയുമായി ഫലം പുറപ്പെടുന്ന ഒരു വിത്താണ്. നമ്മൾ ഭവനത്തിൽ ഒരു തെറി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളായിട്ട് അത് 100 മേനിയായിട്ട് ഫലം കൊയ്യും. അത് തീർച്ചയായിട്ടും അത് ഫലം കൊയ്യുക തന്നെ ചെയ്യും. കാരണം എൻ്റെ ജീവിതത്തിലും ഞാൻ എൻ്റെ ശുശ്രൂഷകളിലും മുഴുവൻ ഞാൻ കാണുന്നത് അതാണ്. അതുകൊണ്ട് നിരുപാധികം ആരോടും പകയില്ലാതെ ജീവിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായും ഈ ലഹരിയിൽ നിന്ന് മാറി പരിശുദ്ധാത്മാവിൽ, അതായത് ഹോളി സ്പിരിറ്റിനെ ആശ്രയിച്ച് ഒരു ജീവിതം തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ ദേശവും അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. ഞാൻ മദ്യം പൂർണ്ണമായി ഉപേക്ഷിച്ചതിന് ശേഷം എൻ്റെ ദേശത്ത്, എൻ്റെ പ്രദേശത്ത്, എൻ്റെ കുടുംബത്തിൽ, അതുപോലെ തന്നെ എൻ്റെ കൂട്ടായ്മയിലെല്ലാം അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ മദ്യം ഉപേക്ഷിച്ചപ്പോഴാണ് എനിക്കിതെല്ലാം പൂർണ്ണമായി എൻ്റെ ഒരു ലോകം തന്നെ, എൻ്റെ ജീവിതം തന്നെ പ്രകാശത്തിലേക്ക് കടന്നു വന്നത്.